ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്ക് റീസൺസ് ഫോർ ദി ഗ്രോത്ത് ഓഫ് കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലകത്ത് കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന ആശയം വളർന്നു വരാൻ ഇടയായ സാഹചര്യങ്ങൾ എന്തെല്ലാം ആണ് എന്നതാണ് ഇതിനകത്ത് പ്രധാനമായും ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. നമ്മൾ കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപായി തന്നെ എന്താണ് കമ്മ്യൂണലിസം എന്ന ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യയിൽ കമ്മ്യൂണലിസത്തിൻ്റെ കടന്നുവരവാണ് പിൽക്കാലത്ത് കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതയായി നമുക്ക് പറയാൻ സാധിക്കുക. യഥാർത്ഥമായി ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടമാണ്. കമ്മ്യൂണലിസം എന്ന ആശയം ഇന്ത്യയിൽ വളർന്നു വരാൻ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടങ്ങളിലായാണ് ഇന്ത്യയിൽ കമ്മ്യൂണലിസം ഉടലെടുക്കുന്നത്. കമ്മ്യൂണലിസത്തിൻ്റെ വളർച്ച ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനും അതുപോലെ തന്നെ ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിനും വളരെ വലിയ ഒരു ഭീഷണിയായി മാറുകയാണ് ഉണ്ടായത്. അതായത് കമ്മ്യൂണലിസം എന്ന് പറയുന്ന ഒരാശയം ആദ്യം നിലവിൽ വരുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങൾ, അതായത് ബ്രിട്ടീഷുകാരുടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യയിൽ കമ്മ്യൂണലിസം എന്ന് പറയുന്ന ഒരാശയത്തെ വളർത്തിയെടുത്തത്. അത് ഇന്ത്യൻ ജനതയുടെ ഐക്യത്തെ തന്നെ ഒരുപാടേറെ തകിടം മറിച്ച ഒരു വിഷയം തന്നെയാണ്. അതായത് അതുവരെ സെക്യുലറിസം എന്ന ആശയത്തിന് ഊന്നൽ കൊടുത്തിരുന്ന ഇന്ത്യക്കകത്ത് കമ്മ്യൂണലിസത്തിൻ്റെ വേരുകൾ പാകി അവിടെ നിലവിലുണ്ടായിരുന്ന ഐക്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുകയായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി അവർ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്ത്യക്കകത്ത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപാട് കലാപങ്ങൾ നയിച്ചിട്ടുണ്ടായിരുന്നു, അവരൊരുമിച്ച് ചേർന്നുകൊണ്ട്. അതിൽ 1857 ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്നുകൊണ്ട് ഒരു കലാപം നടത്തി. ഈ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത് അതായത് ഇന്ത്യക്കകത്ത് പല മതവിഭാഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന ഐക്യം തങ്ങളെ ഇന്ത്യയിൽ നിലനിന്നുകൊണ്ട് പോകാൻ, അതായത് അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ, ഇന്ത്യയിൽ നിലനിൽക്കാൻ അവരെ സഹായിക്കുന്ന ഒന്നല്ല എന്നവർ മനസ്സിലാക്കി. അതായത് ഈ ഐക്യം ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിലനിൽപ്പിനെ ഇന്ത്യയിൽ സാരമായ രീതിയിൽ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ അവർ ഈ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള ഐക്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ അവർക്ക് ഭീഷണിയായി നിൽക്കുന്ന ഈ മതവിഭാഗങ്ങളുടെ ഐക്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനവിഭാഗങ്ങളുടെ ഐക്യത്തെ ഇല്ലാതാക്കാൻ പല തരത്തിലുള്ള കുപ്രചരണങ്ങളും ഇന്ത്യക്കകത്ത് മതവിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ ബ്രിട്ടീഷുകാർ അഴിച്ചുവിട്ടു. അങ്ങനെ ഒരുപാട് കുപ്രചരണങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് അവർ ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ദേശീയതയുടെ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് തടയിടാൻ ഈ രണ്ട് വിഭാഗങ്ങളുടെയും ഇടയിൽ വിയോജിപ്പ് വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നവർ മനസ്സിലാക്കി. അങ്ങനെ എന്ത് ചെയ്തു? ദേശീയ പ്രസ്ഥാനത്തെ തകർക്കാൻ അവർ സാമുദായിക ശക്തികളെ പ്രോത്സാഹിപ്പിച്ച് ആ സാമുദായിക ശക്തികളോടൊപ്പം ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള പ്രചരണങ്ങൾ അവർ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ നടത്തി. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അവരെ ഏറെ വിദ്വേഷത്തോടെ നോക്കി കണ്ടിരുന്നവരായിരുന്നു മുസ്ലിം വിഭാഗങ്ങൾ, അതായത് ബ്രിട്ടീഷുകാർ. പിൽക്കാലത്ത് ഈ നയം നടപ്പിലാക്കാൻ വേണ്ടിയാണ് അവർ എന്ത് ചെയ്തത്? ഇത്തരത്തിലുള്ള കുപ്രചരണം, അതായത് ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള മനോഭാവം മുസ്ലിങ്ങളോട് പ്രകടിപ്പിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അവർ പ്രചരിപ്പിച്ച ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനം കൊണ്ട് ദേശീയവാദികൾ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു അവർ ശ്രമിച്ചത്. അങ്ങനെ അവർ മുസ്ലിം വിഭാഗങ്ങളോട് ഒരു സെപ്പറേറ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിക്കാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലുള്ള ഡിവൈഡ് ആൻഡ് റൂൾ, അതായത് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലുള്ള ഡിവൈഡ് ആൻഡ് റൂളൊക്കെ രൂപീകരിക്കപ്പെട്ടത് ഈ ഒരു സാഹചര്യത്തിൽ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് 1906 മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടത്.
ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സെപ്പറേറ്റിസം, കമ്മ്യൂണൽ ടെൻഡൻസിയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചു. അതിലൂടെ മാത്രമേ ദേശീയ പ്രസ്ഥാനത്തിനെ ഇല്ലാതാക്കാൻ സാധിക്കൂ എന്ന് ബ്രിട്ടീഷുകാർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ ഇന്ത്യയിലെമ്പാടും കാഴ്ചവെച്ചത്. അപ്പോൾ എന്താണ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ്, അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണ കാലഘട്ടം മുതൽ തന്നെ കമ്മ്യൂണലിസം എന്ന ആശയം ഇന്ത്യയിൽ നിലവിൽ വന്നിരുന്നു. അതിനു മുമ്പും ജാതിയും മതങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ കമ്മ്യൂണലിസത്തിൻ്റെ വർഗീയതയുടേതായ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ലഹളകളും കലാപങ്ങളും ഏറ്റവും അധികം വർദ്ധിച്ചു വന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ കടന്നുവരവോട് കൂടിയായിരുന്നു. ഇനി ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ എടുത്തു നോക്കുമ്പോൾ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ പൊളിറ്റിക്കൽ എലൈറ്റ് ഇൻ ഇന്ത്യ were faced with the task of entering the legislative body. അതായത് ഒരു നല്ല ലെജിസ്ലേറ്റീവ് ബോഡി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയിലേക്ക് കടക്കുക എന്നൊക്കെ പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേരിടേണ്ടി വന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായിരുന്നു. They needed to mobilize people to get their political support. വ്യക്തികൾക്ക് എന്ത് വേണമായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വ്യക്തികളുടെ മൊബിലൈസേഷൻ, അതായത് വ്യക്തികളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമായിരുന്നു. പൊളിറ്റിക്കൽ സപ്പോർട്ട് ലഭിക്കാൻ വേണ്ടി അത് ആവശ്യമായിരുന്നു. ദിസ് നീഡ് ഫോർ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ motivated them to search for the issues in the society. ഇത്തരത്തിൽ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ എന്ന ആശയം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ വേണമെന്ന ആവശ്യമായിരുന്നു പിൽക്കാലത്ത് സമൂഹത്തിൽ നിലവിലിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും വിഷയങ്ങളെ സംബന്ധിച്ചും പഠിക്കാനായിട്ട് അവർക്ക് പ്രചോദനമായത്. Thus issues were of the two kind of socio-economic and emotional. അതിൽ പ്രധാനമായിട്ട് അവർക്ക് ഫോക്കസ് ചെയ്തത് സോഷ്യോ ഇക്കണോമിക് അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചായിരുന്നു. The former included the basic need of employment, education and basic infrastructure. ആദ്യമായിട്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് എംപ്ലോയ്മെൻറ്റ്, അതായത് തൊഴിലാവശ്യങ്ങളെക്കുറിച്ച്, എഡ്യൂക്കേഷൻ, പിന്നെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നീട് അവരെന്ത് ചെയ്തു, The latter included the issue of building India into a nation state as well, issues relating to the markers with which people identify by birth, religion, language and caste. അതായത് പിന്നീട് അവർ ഇന്ത്യയെ ഒരു ദേശരാഷ്ട്രമായിട്ട് രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ വ്യക്തികൾ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടേണ്ടത് അവരുടെ ബർത്ത്, റിലീജിയൻ, ലാംഗ്വേജ്, കാസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെക്കുറിച്ചും പഠിക്കണം അല്ലെങ്കിൽ ഉൾപ്പെടുത്തി. Religion has been one of the most important forces of the communal mobilization in India. അതായത് കമ്മ്യൂണൽ മൊബിലൈസേഷൻ, അതായത് വർഗീയമായിട്ടുള്ള കൂട്ടായ്മ ഇന്ത്യയിൽ നല്ല രീതിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് റിലീജിയൻ അഥവാ മതം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷവും ഇന്ത്യക്കകത്ത് കമ്മ്യൂണലിസം എന്ന ആശയം നിലവിലുണ്ടായിരുന്നു. അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും ഇന്നും ഇന്ത്യക്കകത്ത് കമ്മ്യൂണലിസം എന്ന ആശയം നിലവിലുണ്ട്. കമ്മ്യൂണലിസമാണ് പിൽക്കാലത്ത് രാഷ്ട്രീയത്തിലേക്കും കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന ആശയം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി കമ്മ്യൂണലിസം എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് കമ്മ്യൂണലിസം? Communalism in a broad sense means a strong attachment to one's own community. അതായത് ഇപ്പോൾ ഏത് ഒരു വർഗത്തിലും ഏതൊരു മതവിഭാഗത്തിലും പെട്ടുന്ന ഒരു വ്യക്തി, അതായത് ഇപ്പോൾ ഹൈന്ദവനോ ക്രൈസ്തവനോ മുസൽമാനോ ബുദ്ധ സിഖ് ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായാലും ആ വ്യക്തി ഏത് കമ്മ്യൂണിറ്റിയിലാണ് ഉൾപ്പെടുന്നത് ആ കമ്മ്യൂണിറ്റിയോട് ആ വ്യക്തിക്ക് പ്രത്യേകമായ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കും. അതാണ് കമ്മ്യൂണലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. In a popular discourse in India, it is understood as unhealthy attachment to one's own religion. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മതത്തോട് ഒരു പ്രത്യേകമായ അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെക്യുലറിസം അഥവാ മതേതരത്വത്തിനാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു പ്രത്യേക മതമോ ജാതിയോ വർഗമോ ഇല്ല. എല്ലാ മതവിഭാഗങ്ങളും ഇന്ത്യയിൽ തുല്യരാണ്.
അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് കമ്മ്യൂണലിസം എന്ന ആശയം കടന്നു വരുന്നത് ഒരുപാട് ഭിന്നതകളും ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് ലഹളകളും കലാപങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമാകും. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരുപാടേറെ കലാപങ്ങളും കലഹങ്ങളും കമ്മ്യൂണലിസത്തെ ആസ്പദമാക്കി ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ്സ് ആൻ ഐഡിയോളജി ദാറ്റ് ഇൻ ഓർഡർ ടു യൂണിഫൈ ദ കമ്മ്യൂണിറ്റി. എന്താണ് ഇതൊരു ഐഡിയോളജിയാണ്. ആ സപ്രസസ് ഡിസ്റ്റിങ്ഷൻ വിത്തിൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് എംഫസൈസസ് ദ എസെൻഷ്യൽ യൂണിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി അഗൈൻസ്റ്റ് അതർ കമ്മ്യൂണിറ്റീസ്. എന്താണ് ഈ വിഭാഗത്തിലുള്ള അതായത് ഇപ്പോൾ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ തമ്മിൽ ഒരു പ്രത്യേകമായ യൂണിറ്റി ഉണ്ടായിരിക്കും. അവരെല്ലാവരും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നൊരു വിശ്വാസത്തിലാണ് അവർ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തീരുന്നത്. അതിലുള്ള വ്യക്തികളുടെ ആശയങ്ങളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഒരേ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും നേടുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ കമ്മ്യൂണിറ്റികൾ, അതായത് വ്യത്യസ്ത കമ്മ്യൂണിറ്റികൾ തമ്മിൽ പലതരത്തിലുള്ള അക്രമങ്ങളോ പ്രശ്നങ്ങളോ ഉടലെടുക്കാനുള്ള സാഹചര്യവും കൂടുതലാണ്. ഒരു കമ്മ്യൂണിറ്റി മറ്റൊരു കമ്മ്യൂണിറ്റിക്കെതിരെ പ്രവർത്തിക്കാനുള്ള സാഹചര്യവും കൂടുതലാണ്. ഇനി കമ്മ്യൂണലിസം എന്ന ആശയം നമ്മൾ നോക്കി. ഇനി നമുക്ക് കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് കമ്മ്യൂണൽ പൊളിറ്റിക്സ്? കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഈസ് എ സൗത്ത് ഏഷ്യൻ എക്സ്പ്രഷൻ ഫോർ വാട്ട് ഈസ് ഗ്ലോബലി ഡിസ്ക്രൈബ്ഡ് ആസ് ഡിസ്ക്രൈബ്ഡിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഡിസ്ക്രൈബ്ഡ് ആസ് എത്നിക് ഓർ സെക്ടേറിയൻ പൊളിറ്റിക്സ്. അതായത് കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആശയം എന്ന് പറയുന്നത് ഒരു സൗത്ത് ഏഷ്യൻ എക്സ്പ്രഷനാണ്. ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്? എത്നിക് ഓർ സെക്ടേറിയൻ പൊളിറ്റിക്സ്, അതായത് ഒരു പ്രത്യേക വംശീയ വിഭാഗത്തിലോ അല്ലെങ്കിൽ മതബോധമുള്ളവർ ഉൾപ്പെടുന്നതോ ആയ ഒരു രാഷ്ട്രീയമാണ് ഈ കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഉൾപ്പെടുന്ന വ്യക്തികൾ എങ്ങനെയായിരിക്കും? അവരുടെ പ്രത്യേകമായ മതവിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ആ മതവിഭാഗങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും പിൽക്കാലത്ത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഭരണങ്ങൾ അവരുടെ കൈകളിലും എത്തിച്ചേരും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ബിലീഫ് that religion forms the basis of a common identity, that members of a particular religious community have the same economic, political and social interests. അതായത് ഇതിനകത്ത് ഉൾപ്പെടുന്ന വ്യക്തികൾ ഒരു പ്രത്യേകമായ വിശ്വാസം വെച്ചു പുലർത്തുന്നവരായിരിക്കും. അവർക്ക് കോമൺ ആയ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. മാത്രമല്ല ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന വ്യക്തികളുടെ മതപരവും അതോടൊപ്പം തന്നെ സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായ താല്പര്യങ്ങൾ ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നതും ആയിരിക്കും. And then communal politics is primarily a form of politics which mobilizes particular religious community for political power. അതായത് ഇവിടെ എന്തായിരിക്കും? ഒരു പൊളിറ്റിക്സിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ് ഇതിലൊപ്പം എന്താണ്? മൊബിലൈസസ്, അതായത് പൊളിറ്റിക്കൽ പവർ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക റിലീജിയസ് കമ്മ്യൂണിറ്റി അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ആ മതവിഭാഗത്തിലുള്ളവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്യും. അങ്ങനെ അവരെന്ത് ചെയ്യും? ആ വിഭാഗത്തിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പിന്നീട് പൊളിറ്റിക്സിലേക്ക് എത്തിച്ചേർന്ന് അവരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കും. അവരെപ്പോഴും അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനായിരിക്കും? സ്വന്തം കമ്മ്യൂണിറ്റിക്കായിരിക്കും. അത് ഏത് മതവിഭാഗത്തിലുള്ള വ്യക്തികളായാലും ഏത് വർഗീയ വിഭാഗത്തിലുള്ള വ്യക്തികളായാലും ഒരു കമ്മ്യൂണിറ്റി, അതായത് രാഷ്ട്രീയമായ കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന ആശയത്തിൽ വരുമ്പോൾ അവിടെ ഒരു മതവിഭാഗത്തിലുള്ള വ്യക്തികൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആ വിഭാഗത്തിൻ്റെ സപ്പോർട്ടോട് കൂടി രാഷ്ട്രീയത്തിൽ വരികയും അവരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ്, അവരുടെ വർഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്മ്യൂണൽ പൊളിറ്റിക്സ് ആസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം കമ്മ്യൂണൽ വയലൻസ് is a particular approach to politics which is practiced at a sustained level. അതായത് കമ്മ്യൂണൽ പൊളിറ്റിക്സും കമ്മ്യൂണൽ വയലൻസും വ്യത്യസ്തമായ രീതിയിൽ മാറി നിൽക്കുന്ന ഒന്നാണെന്നാണ് പറയപ്പെടുന്നത്. എന്താണ്?
ഈസ് എ പർട്ടിക്കുലർ അപ്രോച്ച് ടു പൊളിറ്റിക്സ് വിച്ച് ഈസ് പ്രാക്ടീസ്ഡ് അറ്റ് എ സസ്റ്റൈൻഡ് ലെവൽ. ഒരു അവസാന ഘട്ടം അല്ലെങ്കിൽ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒക്കെയാണ് ഇതിനകത്ത് കമ്മ്യൂണൽ വയലൻസ് എന്നൊരു ആശയം കടന്നു വരുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നാൽ ഒരളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിയായ രീതിയിൽ നമ്മൾ പരിശോധിക്കാൻ കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണൽ വയലൻസും നിലവിലുണ്ട് എന്ന് ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് എന്താണ് ഹൗ ആൻഡ് വെൻ ഡിഡ് കമ്മ്യൂണൽ പൊളിറ്റിക്സ് അറൈസ് ഇൻ ഇന്ത്യ, അതായത് എങ്ങനെയാണ് കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നതിനെ കുറിച്ച് പറയാം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കമ്മ്യൂണലിസത്തിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞു. ആ കമ്മ്യൂണലിസത്തിൻ്റെ വരവ് തന്നെയാണ് മെയിനായിട്ട് കമ്മ്യൂണൽ പൊളിറ്റിക്സിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന ആശയം ഉടലെടുക്കാനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം. നമുക്ക് നോക്കാം. ആദ്യം ബ്രിട്ടീഷ് ഇംപീരിയലിസം ആൻഡ് ദിയർ പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ, അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണ നയങ്ങളും അവരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ആശയം. ഇതാണ് മെയിനായിട്ട് കമ്മ്യൂണലിസം എന്ന ആശയം അല്ലെങ്കിൽ കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന ആശയം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. ദ ബ്രിട്ടീഷ് പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ ദാറ്റ് ലെഡ് ടു ദി ഫോർമേഷൻ ആൻഡ് റൈസ് ഓഫ് കമ്മ്യൂണൽ ട്രെൻഡ് ആൻഡ് ടു ദ ഫോർമേഷൻ ഓഫ് മുസ്ലിം ലീഗ് ഇൻ 1906. അതായത് ഒരേ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഒരു രീതിയായിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കൽ നയം. ഈ നയമാണ് എന്തിനു കാരണമായത്? ആദ്യം അതായത് ഇന്ത്യയിൽ കമ്മ്യൂണലിസം എന്ന ആശയം വളർന്നു വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വിശദീകരിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും ഒന്നാണ്. ആ ഒത്തൊരുമ തങ്ങളുടെ താല്പര്യങ്ങളെ നേടിയെടുക്കാനും തങ്ങൾക്ക് ഇന്ത്യയിൽ നിലനിൽക്കാനും സാധിക്കില്ല. ആ ഒത്തൊരുമ നിലനിൽക്കുന്നിടത്തോളം തങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാരാണ് ഇത്തരത്തിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊരു നയം തീരുമാനിക്കുന്നത്. അതാണ് പിന്നീട് ജനങ്ങൾക്കിടയിൽ അവർ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി. ഞാനത് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ വർഗ്ഗങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള ഭിന്നിപ്പുകളും മതവിഭാഗങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇത് ആണ് മെയിനായിട്ട് കമ്മ്യൂണലിസം എന്ന ആശയത്തിൻ്റെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആൻഡ് ദെൻ ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ഡിസഫെക്ഷൻ എമംഗ് യങ് ആൻഡ് ആസ്പയറിംഗ് മിഡിൽ ക്ലാസ് യൂത്ത് കോസ്ഡ് ബൈ stagnant agriculture, absence of modern industrial development and inadequate employment opportunities, which is being exploited by political opportunists. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, യങ് ആയിട്ടുള്ള വ്യക്തികൾക്കിടയിൽ ഒരുപാട് ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് പറയുന്നത് അഗ്രികൾച്ചർ വളരെ മോശമായ ഒരു അവസ്ഥയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് സ്തംഭനാവസ്ഥ, അതായത് ശരിയായ രീതിയിൽ കൃഷി ഇറക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അവിടെ വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ വിഷയങ്ങളൊക്കെയാണ് അതായത് സമൂഹത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ചെയ്യും? പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ അത് മുതലെടുത്തുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്തു കൊടുക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇപ്പോൾ ഏതൊരു കാലഘട്ടത്തിലായാലും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇലക്ഷൻ ഒരു ടൈം എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ള ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ വന്നിട്ട് അവർ പറയും ഇത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ശരിയാക്കി തരാം എന്ന ഒരു ആശയമായിരിക്കും നമ്മളോട് ആദ്യം അവർ മുന്നോട്ട് വയ്ക്കുക. അതിനെന്ത് ചെയ്യും? നമ്മളത് അതനുസരിച്ച് ശരി ഓക്കെ ആണെന്ന് പറഞ്ഞ് നമ്മളത് മുന്നോട്ട് പോകും. അവർ വോട്ട് ചെയ്ത് അവരെ വിശ്വസിച്ച് നമ്മളത് വോട്ട് ചെയ്ത് വിജയിപ്പിക്കും. ഈ ഒരു സാഹചര്യം, അതായത് ഇത്രയ്ക്കും വളരെ മോശമായ ഒരു സാഹചര്യമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത്. ഒരു ഡെവലപ്മെൻറ്റോ സാമ്പത്തികമായിട്ടുള്ള മുന്നോട്ട് പോകുക ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ഒരു സാഹചര്യം മുതലെടുത്തു.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ എന്താണ് പിൽക്കാലത്ത് കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ചൊരു പ്രധാന കാരണമായി മാറി. പിന്നീട് ഹിന്ദു ആൻഡ് മുസ്ലിം റിവൈവലിസ്റ്റ് മൂവ്മെൻറ്റ്സ്, അതായത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും നേതൃത്വത്തിലുള്ള നവോത്ഥാന മുന്നേറ്റങ്ങൾ ഇതിന് മറ്റൊരു കാരണമാണ്. അതേപോലെ തന്നെ എ കമ്മ്യൂണൽ ആൻഡ് ഡിസ്റ്റോർട്ടഡ് വ്യൂ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി taught in school and colleges played a major role in rise and growth of communal feelings among the masses. അതായത് ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണൽ അതായത് വർഗപരമായിട്ടും അതേപോലെ തന്നെ വളരെ വികൃതമായ രീതിയിലുമൊക്കെയായിരുന്നു ഇന്ത്യൻ ചരിത്രത്തെ നോക്കി കണ്ടിരുന്നത്. സ്കൂളുകളിലായാലും കോളേജ് ലെവലിലായാലും അവർ പറഞ്ഞു കൊടുക്കുന്ന വിഷയങ്ങൾ കമ്മ്യൂണലിസം എന്ന ആശയം വ്യക്തികളുടെ ഉള്ളിൽ വളരെയേറെ ആഴത്തിൽ പതിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു. അതായത് ഓരോ വിദ്യാർത്ഥിയും വിദ്യാലയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നായാലും കോളേജുകളിൽ നിന്നായാലും പഠിക്കുന്ന വിഷയങ്ങൾ അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന ഒന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയെ സംബന്ധിച്ച് വളരെ വികൃതമായ രീതിയിലും ഒപ്പം തന്നെ വർഗീയമായ രീതിയിലുമൊക്കെയുള്ള ഒരു പഠനമായിരുന്നു സ്കൂളുകളിലും കോളേജുകളിലൊക്കെ അന്ന് കാഴ്ചവെച്ചത്. അതൊക്കെ വ്യക്തികളുടെ ഇടയിൽ അല്ലെങ്കിൽ മനസ്സിൽ ഒരുപാട് ആഴത്തിൽ പതിഞ്ഞു. ഇതൊക്കെ പിന്നീട് കമ്മ്യൂണൽ ഗ്രോത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണലിസം എന്ന ആശയം, കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന ആശയമൊക്കെ നല്ല രീതിയിൽ വളരാനും വികസിക്കാനും കാരണമായി. പിന്നീട് വരുന്നത് സെപ്പറേറ്റിസം ആൻഡ് ഐസൊലേഷൻ എമംഗ് മുസ്ലിംസ്, അതായത് മുസ്ലിം മതവിഭാഗങ്ങളോട് കാണിച്ചിരുന്ന സെപ്പറേറ്റിസം, അതായത് അവരെ വേർതിരിച്ച് കാണുന്നു എന്ന ഒരു ചിന്ത അന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വളർന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു നില ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് അതും എന്തിന് കാരണമായി, തങ്ങൾക്ക് അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പാർട്ടീഷൻ ടൈം എടുത്ത് നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായൊരു രാജ്യം വേണമെന്ന ആവശ്യം ഉന്നയിച്ചു. അന്ന് ഒരുപാട് രക്തച്ചൊരിച്ചിലുകളും കലഹങ്ങളും, ഒരുപാട് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വീട് നഷ്ടപ്പെട്ടു. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നറിയാതെ ഏത് രാജ്യത്താണ് തങ്ങളെന്ന് പോലും അറിയാത്തൊരവസ്ഥ വരെ രാജ്യത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് എന്തായിരുന്നു? കമ്മ്യൂണലിസം എന്ന ആശയമായിരുന്നു. പലതരത്തിലുള്ള ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ രൂപീകരണം ഒക്കെ, അതായത് നെക്സ്റ്റ് പോയിൻ്റാണ് റൈസ് ഓഫ് കമ്മ്യൂണൽ ആൻഡ് ഫണ്ടമെൻ്റലിസ്റ്റ് പാർട്ടീസ്, അതായത് മതമൗലികവാദം അതുപോലെ തന്നെ കമ്മ്യൂണലിസം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ രാജ്യത്തിനകത്ത് കമ്മ്യൂണലിസം അല്ലെങ്കിൽ കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന ആശയത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാടേറെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പിൻവഴികളിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പം മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇമ്പീരിയലിസം, അതുപോലെ തന്നെ ഡിവൈഡ് ആൻഡ് റൂള്, പിന്നീട് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക സ്ഥിതി, അതുപോലെ തന്നെ അതായത് തൊഴിലവസരങ്ങളില്ലായ്മ, നല്ല രീതിയിലുള്ള കൃഷിയില്ലായ്മ, ആധുനിക സാങ്കേതിക വിദ്യയുടെ വികസനത്തിൻ്റെയും ഒക്കെ അഭാവം, അതൊക്കെ ആര് മുതലെടുത്തു? രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുത്തു. അതുപോലെ തന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും നടത്തിയിരുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ്, പിന്നെ സ്കൂളുകളും കോളേജുകളിലുമൊക്കെ നടത്തിയിരുന്ന പഠന രീതികൾ അല്ലെങ്കിൽ ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നതിൽ വന്ന പിഴവുകൾ എല്ലാം തന്നെ കമ്മ്യൂണലിസം എന്ന ആശയം ജനങ്ങളുടെ മനസ്സിൽ ഒരുപാടേറെ ആഴത്തിൽ പതിയുകയും കമ്മ്യൂണലിസം എന്ന ആശയത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുകയും തങ്ങൾ അതായത് ഏത് വംശം അല്ലെങ്കിൽ ഏത് വർഗത്തിൽപ്പെട്ടവരാണ്, തങ്ങൾക്ക് അതാണ് വലുത് എന്നൊരു ചിന്ത കുട്ടികളുടെ ഉൾപ്പെടെയുള്ള എല്ലാവരുടെ ഇടയിൽ വളർന്നു വരാൻ സ്കൂളുകളും കോളേജുകളും ഒരുപാടേറെ ഒരു ഭാഗമായിട്ടുണ്ട്. അതൊക്കെ കമ്മ്യൂണലിസത്തിൻ്റെ വളർച്ചയ്ക്ക്, കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് വലിയൊരു കാരണമായി പറയാം. അതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ നിർത്തിയത് അത് മറ്റൊരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ ഫണ്ടമെൻ്റലിസ്റ്റും കമ്മ്യൂണലായിട്ടുള്ള പാർട്ടികളുടെ രൂപീകരണവും കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള വിഷയങ്ങളാണ്. ഇനി നമുക്ക് നോക്കാം, വൈ ഡസ് കമ്മ്യൂണൽ പൊളിറ്റിക്സ് ത്രൈവ്, അതായത് കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന ആശയം അഭിവൃദ്ധിപ്പെടാനിടയായിട്ടുള്ള
പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ, എന്തുകൊണ്ടാണ് കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഇന്ത്യയിൽ ഇത്രയേറെ അഭിവൃദ്ധിപ്പെട്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഈസി ഫോർ കമ്മ്യൂണൽ പൊളിറ്റിക്സ് ടു thrive in a situation of uneven and retarded economic development. അതായത് എന്താണ്, നല്ല രീതിയിലല്ലാത്ത, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കമ്മ്യൂണൽ പൊളിറ്റിക്സിന് വളർന്നു വരാൻ, അഭിവൃദ്ധിപ്പെടാൻ ഒരുപാടേറെ സഹായകമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടായിരുന്നു. A society facing economic hardships, poverty, hunger and unemployment is more likely to support community-based politics. അതായത് ഒരു സമൂഹത്തിൽ എന്തായിരിക്കും, ആ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ സൊസൈറ്റിയിലുള്ള വ്യക്തികൾ നേരിടുന്ന, അതായത് ഇക്കണോമിക് ആയിട്ടുള്ള മാന്യം, സാമ്പത്തിക മാന്യം, ദാരിദ്ര്യം, വിശപ്പ്, തൊഴിലില്ലായ്മ, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കമ്മ്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ തന്നെ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസും മറ്റുമൊക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ അപ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് വളർന്നു വരാൻ ആ ഒരു സാഹചര്യം വളരെ അനുയോജ്യമായതായിരുന്നു. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാമെന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും മറ്റുമെല്ലാം കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയൊക്കെ രൂപീകരണത്തിനും അവയുടെ വികസനത്തിനും ഒരുപാടേറെ സഹായിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിലെ വിഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും, കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് തങ്ങളാലാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. കാരണം എന്താണ്, ആ ഒരു വിഭാഗം അല്ലെങ്കിൽ തങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള കമ്മ്യൂണിറ്റി നിലനിൽക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ സഹായിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ പൊളിറ്റിക്സ് മുന്നോട്ട് വന്നാൽ മാത്രമേ എന്തിന് സാധിക്കൂ, തങ്ങളുടെ വികസനം സാധിക്കൂ എന്ന് തിരിച്ചറിയുന്ന ആ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ കൂടുതലായിട്ടും ആരെ സപ്പോർട്ട് ചെയ്യും, ആ കമ്മ്യൂണിറ്റിയുടെ പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യും. കമ്മ്യൂണൽ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് കമ്മ്യൂണൽ സ്ട്രൈവ് ടു മെയിൻറ്റെയിൻ ഡോമിനേറ്റ് പൊസിഷൻ ഇൻ പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി. അതായത് കമ്മ്യൂണൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ കമ്മ്യൂണൽ താല്പര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന വ്യക്തികൾ അതായത് വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കലഹങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരണം എന്താണ്, അവരുടെ ഡൊമിനൻ്റ് ആയിട്ടുള്ള പൊസിഷൻ പൊളിറ്റിക്സിലും സമൂഹത്തിലും നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടി അവരത് ചെയ്യുമായിരുന്നു. In an event of economic competition, traders and entrepreneurs of particular community often use communal politics and violence to smoother competition from business rivals of a different community. അതായത് ഒരു ഇക്കണോമിക് കോമ്പറ്റീഷനിലോ ട്രേഡേഴ്സൊക്കെ എന്ത് ചെയ്യും, എൻ്റർപ്രനേഴ്സൊക്കെ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ കമ്മ്യൂണൽ പൊളിറ്റിക്സിനൊക്കെ പൊളിറ്റിക്സിനൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാണെന്ന് പറയാറുണ്ട്. കാരണം എന്താണ്, വയലൻസ്, communal politics and violence to smooth the competition from business rivals of a different community. അതായത് തങ്ങളുടെ എതിരാളികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടും അവരുടെ പ്രശ്നങ്ങൾ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണെന്നൊക്കെ അവർ പറയാറുണ്ടായിരുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ നമ്മളിത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ സിറ്റുവേഷൻസ്, അതായത് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന സാഹചര്യങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന വയലൻസ്, അതുപോലെ തന്നെ അന്നത്തെ സമൂഹത്തിനകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളും മറ്റുമൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഇന്ത്യയിൽ വളർന്നു വരാൻ അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഉപകാരപ്പെടും എന്നൊരു വിശ്വാസം ഓരോ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളും വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഇന്ത്യക്കകത്ത് കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന ആശയം നിലനിന്ന് പോകാനായിട്ട് വഴിയൊരുക്കുന്നത്. ഇനി അടുത്തത് കമ്മ്യൂണൽ പൊളിറ്റിക്സ് ആൻഡ് കമ്മ്യൂണൽ വയലൻസ് ടുഡേ. അതായത് ഇന്നത്തെ കമ്മ്യൂണൽ പൊളിറ്റിക്സിനെ കുറിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന വയലൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഓവർ ദ ഇയേഴ്സ്, as the economic hardships have grown, the politics of country has turned increasingly towards communal issues for political mobilization.
മോസ്റ്റ് ഓഫൻ ദിസ് ഹാസ് റിസൾട്ടഡ് ഇൻ കമ്മ്യൂണൽ വയലൻസ്. അതായത് ഒരുപാട് വർഷങ്ങൾ, അതായത് നമ്മുടെ എന്താണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടം മുതൽ ഇന്ന് വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് മുന്നേറ്റങ്ങളും പിന്നോട്ട് വരലും നമുക്ക് കാണാൻ സാധിക്കും. വളർച്ചകളും താഴ്ചകളും കാണാം. അതുപോലെ തന്നെ കമ്മ്യൂണൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ കമ്മ്യൂണൽ ഇഷ്യൂസ്, പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ മുതലായ കാര്യങ്ങൾ രാഷ്ട്രീയത്തിനകത്ത് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയങ്ങൾ, അതായത് കമ്മ്യൂണൽ മൊബിലൈസേഷൻ, അതുപോലെ തന്നെ കമ്മ്യൂണൽ ഇഷ്യൂസ് എല്ലാം തന്നെ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന കമ്മ്യൂണൽ ഇഷ്യൂസ് എല്ലാം തന്നെ എന്താണ് കമ്മ്യൂണൽ വയലൻസിൻ്റെ ഒരു ഭാഗമാണ്. രാജ്യത്തിനകത്ത് അന്നും ഇന്നും ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾക്ക് കമ്മ്യൂണൽ പൊളിറ്റിക്സ്, കമ്മ്യൂണലിസം എന്ന ആശയങ്ങൾ കാരണമായിട്ടുണ്ട്. വയലൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ കമ്മ്യൂണൽ പൊളിറ്റിക്സ്, for it leads to communalization of society and results in a polarization which brings votes and political power. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് എന്ത് വേണം? പൊളിറ്റിക്കൽ പവർ വേണം, വോട്ട് വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണൽ വയലൻസ് എന്ന് പറയുന്ന ആശയം, അല്ലെങ്കിൽ കമ്മ്യൂണൽ പൊളിറ്റിക്സിനകത്ത് വയലൻസ് എന്ന് പറയുന്ന ആശയം വേണമെന്നാണ് പറയുന്നത്. സമൂഹത്തിനകത്ത് കമ്മ്യൂണലൈസേഷൻ അല്ലെങ്കിൽ സമൂഹത്തിൽ കമ്മ്യൂണലിസം എന്ന ആശയം എപ്പോഴും ഉണ്ടായിരിക്കും. അതിനകത്ത് കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആശയത്തിനകത്ത് എപ്പോഴും എന്താണ് വയലൻസ് വേണം എന്ന ഒരു ആശയമാണ് പറയപ്പെടുന്നത്. ഇതാണ് അവർക്ക് വോട്ടും അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ പവറും നൽകുന്നതെന്ന് അവർ വിശ്വസിക്കുന്നു. കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഓപ്പൺലി റിസോർട്ട്സ് ടു കമ്മ്യൂണൽ മൊബിലൈസേഷൻ ഫോർ പൊളിറ്റിക്കൽ എൻഡ്സ്. അതായത് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് അതായത് കമ്മ്യൂണൽ പൊളിറ്റിക്സിനകത്ത് ഉൾപ്പെടുന്ന വ്യക്തികൾ കമ്മ്യൂണൽ മൊബിലൈസേഷൻ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അവരുടെ ചുരുങ്ങിയ നേരത്തെ കുറച്ചൊരു താല്പര്യം, അതായത് ഇപ്പോൾ ആ ഇലക്ഷൻ ടൈം തുടങ്ങിക്കഴിഞ്ഞ് ആ ഇലക്ഷൻ ടൈം അവസാനിക്കുന്നത് വരെ അവർക്ക് എന്ത് വേണം? വോട്ട് വേണം. അതേപോലെ തന്നെ അപ്പോൾ അവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണൽ മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ, ഞാൻ തങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നതുമായിട്ടുള്ള പ്രവണതകൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇവിടെയും സംഭവിക്കുന്നത് കമ്മ്യൂണൽ പൊളിറ്റിക്സിനകത്തും. ഈ കമ്മ്യൂണൽ പൊളിറ്റിക്സിനകത്ത് നിലനിൽക്കുന്ന വ്യക്തികൾ തങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കായിരിക്കും വോട്ട് ചെയ്യുക. അത് നമുക്ക് ഏതൊരു ഇലക്ഷന് എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഏതൊരു ഇലക്ഷൻ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാവുന്നതാണ്. ഇതിപ്പോൾ ഏതൊരു ആയിക്കൊള്ളട്ടെ ആ വ്യക്തി ചിലപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലായതുകൊണ്ട് അയാൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഏതൊരു ഇലക്ഷൻ്റെ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം. അതായത് ഇലക്ഷൻ പ്രൊസീജിയറും എന്തിന് സ്കോപ്പ് കൊടുക്കുന്നുണ്ട്? കമ്മ്യൂണലിസം എന്ന ആശയത്തിന് ഒരുപാട് സ്കോപ്പ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളായാലും ചിലപ്പോൾ ആരുമായാലും ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ് ഈ റിലീജിയൻ, അതിപ്പോൾ എൻ്റെ റിലീജിയനിൽ പെടുന്ന ഒരാളാണ് അദ്ദേഹം, അപ്പോൾ അയാൾക്ക് വോട്ട് ചെയ്യാം എന്നൊരു തോന്നൽ ആ വ്യക്തികൾക്കിടയിൽ ഉണ്ടാകും. അതൊക്കെ കമ്മ്യൂണൽ പൊളിറ്റിക്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഒരു വിഷയമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണൽ പാർട്ടീസ് അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് റിലീജിയൻ്റെ ബേസിസിൽ വോട്ട്സ് ഒരുപാട് കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് കമ്മ്യൂണലിസം ഇൻഡിക്കേറ്റ്സ് കോൺഫ്ലിക്ട്സ് എമംഗ് ഡിഫറെൻറ്റ് റിലീജിയസ് ഗ്രൂപ്പ്സ്. അതായത് വ്യത്യസ്തമായ ഒരുപാട് റിലീജിയസ് ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കലഹങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഇത് കാരണമാകുന്നുണ്ട്. ഇൻ ഇന്ത്യ ഡിഫറെൻറ്റ് റിലീജിയസ് ഗ്രൂപ്പ്സ് ലൈക്ക് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് ആൻഡ് ബുദ്ധിസ്റ്റ് ആർ ലിവിങ്. ഒരുപാട് മതവിഭാഗങ്ങൾ ഇന്ത്യക്കകത്ത് ജീവിക്കുന്നുണ്ട്. അതിനകത്ത് ചില വിഭാഗങ്ങൾ കൂടുതലായിരിക്കും, ചില വിഭാഗങ്ങൾ കുറവായിരിക്കും. എന്നിരുന്നാൽ കൂടിയും ഇന്ത്യ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു സെക്യുലർ മനോഭാവത്തോടു കൂടി എല്ലാ വിഭാഗങ്ങളെയും, എല്ലാ മതവിഭാഗങ്ങളെയും ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. പക്ഷേ കമ്മ്യൂണലിസത്തിനകത്ത് നിലനിൽക്കുന്ന ഈ വയലൻസുകൾ രാജ്യത്തിനകത്ത് വ്യക്തികൾക്കിടയിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വിള്ളലേൽപ്പിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്.
നമ്മുടെ ഇന്ത്യയുടെ പാർട്ടീഷന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് കമ്മ്യൂണലിസമാണ്. അന്നത്തെ ആ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള വയലൻസ്, അന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള ജീവൻ്റെ കണക്കുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണലിസം എന്ന് പറയുന്ന ഒരു ആശയം പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാം. കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഓപ്പൺലി റിസോർട്സ് ടു കമ്മ്യൂണൽ മൊബിലൈസേഷൻ ഓഫ് പൊളിറ്റിക്കൽ എൻഡ്സ്. There is also a politics which opportunistically resorts to communal mobilization for short-term electoral gains. അതായത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു വ്യക്തി വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മുമ്പിൽ വരാറുണ്ട്. ആ വ്യക്തി അപ്പോൾ നമ്മളുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും? വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടും. പക്ഷേ ആ ഒരു ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമായിരിക്കും ആ വ്യക്തി നമ്മളുടെ കമ്മ്യൂണിറ്റിക്ക്, ഇപ്പോൾ ഏതൊരു കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തിയാണെങ്കിൽ കൂടിയും ആ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആ ഒരു ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ആ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ അതായത് വിശ്വസിച്ച് വോട്ട് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ചെറിയ സമയത്തേക്ക് വേണ്ടി മാത്രമായിരിക്കും അയാൾ എന്ത് ചെയ്യുക, അവിടെ വോട്ട് ചോദിക്കുകയും ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ കമ്മ്യൂണലായിട്ട് എല്ലാവരും എന്താ പറയുക, ഒരു മൊബിലൈസേഷൻ വേണമെന്ന ആവശ്യമൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്നത് ഷോർട്ട് ടൈം ഇലക്ട്രൽ ഗെയിൻസിന് വേണ്ടി മാത്രമായിരിക്കും. അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അയാൾ ആ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ വിഭാഗങ്ങൾക്ക് കൊടുത്തോളണമെന്നില്ല. ഇനി കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുണ്ടായ വയലൻസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം വയലൻസ്, അതായത് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വയലൻസ്, ഒരുപാട് റൈറ്റ്സ് ഒക്കെ കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ, അതായത് നമ്മുടെ VHP, ശിവസേന, മുസ്ലിം ലീഗ് മുതലായ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്താണ്, തങ്ങൾ ഏതൊരു മതത്തിലാണ് വിശ്വസിക്കുന്നത് ആ മതത്തിൻ്റെ രാഷ്ട്രീയ രീതി, അല്ലെങ്കിൽ ആ മതത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ രീതികളാണ് പിന്തുടരുന്നത്, ആ മതത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് തുറന്നു പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരിക്കും. എന്നാൽ ചില വിഭാഗങ്ങൾ എന്ത് ചെയ്യും, അത് തുറന്നു പറയാതെ ആ വിഭാഗങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും മതവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും ഉണ്ടായിരിക്കും. ഇനി പ്രധാനമായിട്ടും രാജ്യത്തിനകത്ത്, അതായത് ഇന്ത്യക്കകത്ത് നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള കമ്മ്യൂണൽ റൈറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ലഹളകളും കലാപങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കമ്മ്യൂണൽ റൈറ്റ്സിൻ്റെ ഭാഗമായിട്ടുള്ള നഷ്ടപ്പെട്ടിട്ടുള്ള ജീവനുകളുടെ കണക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ 1950 മുതൽ 1960 വരെയുള്ള കാലഘട്ടത്തിൽ കമ്മ്യൂണൽ റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് 316-ലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് 1960-കൾ, അതായത് 316-ലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും തുടർന്ന് അങ്ങോട്ട് 1960-കൾക്ക് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ അളവ് അല്ലെങ്കിൽ ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് വളരെ കുറവായിട്ടേ നമുക്ക് തോന്നുകയുള്ളൂ. 1969 റാഞ്ചി ഹദിയ എന്ന അവിടെ നടന്ന റൈറ്റിൻ്റെ ഭാഗമായിട്ട് 184 പേരാണ് മരണപ്പെട്ടത്. അഹമ്മദാബാദ് റൈറ്റ്സിൽ അതേ വർഷം തന്നെ 512 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭിവാന്ദി ചാൽഗോൺ അതായത് 1970-ലുണ്ടായ ഒരു കലാപത്തിനകത്ത് 121 പേരാണ് മരിച്ചത്. അതുപോലെ തന്നെ ഭഗൽപൂർ വയലൻസിൽ, അതായത് 1989 ഒക്ടോബർ 22-നും അതിനൊപ്പം തന്നെ ജനുവരി 15 1990-ലും മരണമടഞ്ഞത് 960 പേരായിരുന്നു. കമ്മ്യൂണൽ വയലൻസ് എന്ന് പറയുന്ന ഒരു വിഷയം ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഒരുപാടേറെ ജീവൻ നഷ്ടപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ പേരെ കാണാതായിട്ടുള്ളതും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. റാഞ്ചി ഹദിയ റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് 184 പേര് കൊല്ലപ്പെട്ടതിൽ 164 പേര് മുസ്ലിംസ് ആയിരുന്നു. അഹമ്മദാബാദിൽ 1969-ലുണ്ടായ കലാപത്തിൽ 512 പേര് മരിച്ചതിൽ 413 പേര് മുസ്ലിംസ് ആയിരുന്നു. ഭിവാന്ദി ചാൽഗോൺ അതിൽ ആ കലാപത്തിനകത്ത് 121 പേരിൽ 101 പേര് മുസ്ലിംസ് ആയിരുന്നു. ഭഗൽപൂരിൽ 960 പേര് മരിച്ചതിൽ 890 പേരും മുസ്ലിംസ് ആയിരുന്നു.
900-ലധികം പേര് കൊല ചെയ്യപ്പെട്ട അതായത് 1992-ലും 1993-ലുണ്ടായ ബോംബെ കലാപത്തിനകത്ത് മരണമടഞ്ഞത് 573 പേരും മുസ്ലിങ്ങളായിരുന്നു. നൾ ബസാർ മാർക്കറ്റ് ഓഫ് മുംബൈ, അവിടെ 512 ഷോപ്സൊക്കെ കൊള്ളയടിക്കപ്പെട്ടു. അതിൽ 90ഓളമായിരുന്നു ഹിന്ദുക്കളുടേത്, ബാക്കിയൊക്കെ മുസ്ലിംസിൻ്റേതായിരുന്നു. അങ്ങനെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് കാണാതായപ്പെട്ടുള്ള മുസ്ലിം വിഭാഗങ്ങളെ ആയിരുന്നു. അപ്പോൾ എന്താണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണലിസം എന്ന് പറയുന്ന ആശയം വളരെ മൃഗീയമായ ഒരുപാട് പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും വഴിതിരിച്ചിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന ആശയം, കമ്മ്യൂണലിസം എന്ന ആശയം എല്ലാം തന്നെ ഇന്ത്യയിൽ നിന്നും നമുക്ക് മാറ്റേണ്ടതുണ്ട്. കമ്മ്യൂണലിസം ഹാസ് ബിക്കെയിം എ സീരിയസ് ത്രെറ്റ് ടു നാഷണൽ ഇൻറ്റഗ്രിറ്റി. അതായത് ഇന്ത്യൻ ദേശീയത എന്ന ആശയത്തെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ആശയത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയായി നമുക്ക് കമ്മ്യൂണലിസ്റ്റ് പറയാം. കമ്മ്യൂണലിസം ഈസ് ഡെവലപ്പിംഗ് ഫണ്ടമെൻ്റലിസം. അതായത് മതമൗലികവാദം എന്ന ആശയത്തെ കമ്മ്യൂണലിസം പ്രോത്സാഹിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. Where religion may succeed as guiding factor to national against secular norms. അതായത് ദേശീയതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പകരം എന്താണ് സെക്യുലർ, അതായത് ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം, അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയത ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് എന്ത്, സെക്യുലറിസം എന്ന് പറയുന്ന ആശയം. അതിനേക്കാൾ ഉപരി ഫണ്ടമെൻ്റലിസത്തിനും കമ്മ്യൂണലിസത്തിനുമൊക്കെ രാജ്യം ഊന്നൽ കൊടുക്കാനായിട്ട് ആര് പ്രേരിപ്പിക്കുന്നു? ഈ കമ്മ്യൂണൽ പൊളിറ്റിക്സ്, അതുപോലെ തന്നെ കമ്മ്യൂണലിസം എന്ന് പറയുന്ന ആശയങ്ങൾ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന ആശയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പ്രശ്നം തന്നെയാണ്. The political and civic culture of secular federal India is now under threat of complex communal politics centralizing on religion, caste, classes and hereditary position. The national character is towards downfall. അതായത് ഇന്ത്യൻ ദേശീയതയ്ക്ക് അതിൻ്റേതായൊരു മഹത്വമുണ്ട്. ആ മഹത്വത്തെയൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളും ഭീഷണികളും കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗത്തു നിന്നും കമ്മ്യൂണലിസത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അവ മതം, ജാതി, വർഗം, വർണ്ണം, പാരമ്പര്യം മുതലായവയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇന്ത്യൻ ദേശീയതയുടെ ഒരു നല്ല ഒരു രൂപത്തെ തന്നെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. കമ്മ്യൂണലിസം ഹാസ് ഇൻഫെക്റ്റഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ക്രിയേറ്റിംഗ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. കമ്മ്യൂണലിസം അല്ലെങ്കിൽ കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആശയം യഥാർത്ഥ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഐഡൻറ്റിറ്റി ക്രൈസിസിനൊക്കെ കാരണമാകുന്ന ഒരു പ്രധാന വിഷയമായി നമുക്ക് പറയാൻ സാധിക്കും. People should join mainstream of nationalism of pluralistic society with traditional identity of caste, tribe, ethnicity, language being next to main national identity of being Indian. അതായത് ജനങ്ങളെപ്പോഴും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനായിരിക്കണം? ദേശീയതയ്ക്കായിരിക്കണം ആയിരിക്കണം. ഒന്നാം സ്ഥാനം എപ്പോഴും എന്താണ്? ഒരു വ്യക്തി താൻ ഒരു ഇന്ത്യൻ ആണെന്ന് പറയുന്നതിലായിരിക്കണം അവൻ അഭിമാനിക്കേണ്ടത്. അല്ലാതെ താൻ ഏത് ജാതി, ഏത് വർഗം, ഏത് മതം, ഏത് ഭാഷ സംസാരിക്കുന്നവനാണ് എന്നതിനെ സംബന്ധിച്ച് അവൻ അഭിമാനിക്കുന്നതിന് മുമ്പായി അവനൊരു ഇന്ത്യൻ ആണെന്നതിനെ സംബന്ധിച്ചായിരിക്കണം അവൻ അഭിമാനിക്കേണ്ടത്. ആ ഇന്ത്യൻ ദേശീയതയ്ക്കായിരിക്കണം അവൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. The government with people's cooperation to negate the dysfunctional role of communalism with the drastic legal actions and ensure tranquility. അതായത് ഗവൺമെൻറ്റും ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചതിന് ശേഷം രാജ്യത്തിനകത്ത് നിലവിലിരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണലിസത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളെ നിയമപരമായി തന്നെ നേരിടുകയും രാജ്യത്തിനകത്ത് നിന്ന് കമ്മ്യൂണലിസ്റ്റ് തുടച്ചു മാറ്റുകയും ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ രാജ്യത്തിനകത്ത് ശാന്തത ഉണ്ടാവുകയുള്ളൂ, വ്യക്തികൾക്കിടയിൽ ശാന്തത നിലനിൽക്കുകയുള്ളൂ.
അറ്റൻഷൻ ഷുഡ് ബി ഗിവൺ ഫോർ ഈക്വൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ ദ കമ്മ്യൂണിറ്റീസ്. അതായത് ഏതൊരു വിഭാഗത്തിലും ഏതൊരു കമ്മ്യൂണിറ്റിയിലും ഉൾപ്പെടുന്ന ആളുകളായാലും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഏതൊരു വ്യക്തി ഏതൊരു കമ്മ്യൂണിറ്റിയിലുള്ള ആളായാലും ആ വ്യക്തി എന്താണ്, ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വിവേചനങ്ങൾ കാണിക്കാതെ എല്ലാവരെയും ഒരേ രീതിയിൽ കണ്ട് പ്രോത്സാഹിപ്പിക്കണം. Feeling of nationalism should be promoted and there should be a separation of religion from politics. അതായത് നാഷണലിസം, ദേശീയത എന്ന ആശയമായിരിക്കണം ഓരോ വ്യക്തികളുടെ മനസ്സിലും ഉണ്ടായിരിക്കേണ്ടത്. മറിച്ച് അവിടെ നിന്നും എന്ത് ചെയ്യാം, മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും വേർതിരിച്ച് നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. കമ്മ്യൂണലിസം അഥവാ കമ്മ്യൂണൽ പൊളിറ്റിക്സ് മുതലായ ആശയങ്ങൾ ഏതൊരു വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായാലും രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അത് സാരമായ രീതിയിൽ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടികളെയും ഓർഗനൈസേഷനെയും ഒക്കെ മാറ്റി നിർത്തുകയും ശരിയായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായൊരു കാര്യം തന്നെയാണ്. എല്ലാ വ്യക്തികൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും തുല്യമായ, എല്ലാ കമ്മ്യൂണിറ്റീസിനും തുല്യമായ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. നിലവിൽ നിയമം ആരുടെ കൈകളിലാണോ ആ രാഷ്ട്രീയ പാർട്ടി അവിടെയുള്ള ജനവിഭാഗങ്ങളെ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു തരത്തിലുള്ള ഭിന്നിപ്പുകളും കാണിക്കാതെ ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കണം. ഇന്ത്യ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് മതേതരത്വത്തിൻ്റെ ആശയങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണലിസത്തെക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് എപ്പോഴും മതേതരത്വത്തിൻ്റെ ആശയങ്ങളെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ത്രെഡായി നിൽക്കുന്ന കമ്മ്യൂണലിസം അല്ലെങ്കിൽ കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന ആശയങ്ങളെക്കാൾ എപ്പോഴും ഊന്നൽ നൽകേണ്ടത് മതേതരത്വത്തിനാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണലിസം എന്ന ആശയത്തെ മാറ്റി എടുക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. തുടർന്ന് വരുന്ന കാലഘട്ടങ്ങളിൽ കമ്മ്യൂണലിസത്തിലും കമ്മ്യൂണൽ പൊളിറ്റിക്സിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയും മതേതരത്വത്തിൻ്റെതായ ആശയങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകപ്പെടുകയും മതേതരത്വം കൂടുതൽ ഉയർത്തിപ്പിടിക്കപ്പെടുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.